കുവൈറ്റ് ഭരണകൂടം വൻ നീക്കങ്ങളിലേക്ക് കടക്കുകയാണ്. മംഗഫ് അപകടത്തിൽ 49 ഇന്ത്യക്കാരടക്കം നിരവധി പേരുടെ മരണത്തിന് പിന്നാലെ കർശന നടപടിയിലേക്കാണ് കുവൈറ്റ് ഭരണകൂടം കടക്കുന്നത്. എന്താണ് കുവൈറ്റ് മുന്നോട്ട് വെക്കുന്ന മാറ്റങ്ങൾ, നിയമപരിഷ്കാരങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് പരിശോധിക്കാം വിശദമായി തന്നെ. കൃത്യമായ സുരക്ഷാ മുന്നൊരുക്കങ്ങൾ പാലിക്കാതെ തൊഴിലാളികളെ കൂട്ടത്തോടെ പാർപ്പിച്ചതാണ് ദുരന്തത്തിന്റെ വ്യാപ്തി കൂട്ടിയത് എന്നതാണ് പ്രധാനപ്പെട്ട നിഗമനം. ഇനി ഒരിക്കലും ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ശക്തമായ നീക്കങ്ങളിലേക്കാണ് കുവൈറ്റ് കടക്കുന്നത്. കെട്ടിട നിയമ ലംഘനങ്ങൾ തടയാൻ ഉടൻ തന്നെ പുതിയ നിയമം കൊണ്ടുവരും. അതേപോലെ തന്നെ ചട്ടലംഘനം നടത്തുന്ന കെട്ടിടങ്ങൾ മുന്നറിയിപ്പില്ലാതെ കണ്ടുകെട്ടുന്നതുൾപ്പെടെ നിയമത്തിൽ ഉൾപ്പെടുത്തും. രാജ്യത്ത് കർശന പരിശോധനകൾക്കാണ് ഭരണകൂടം ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത്. പരിശോധനയുടെ ഭാഗമായി നിയമലംഘനം കണ്ടെത്തുന്ന കെട്ടിട തൊഴിലുടമയ്ക്കെതിരെ ശക്തമായ നടപടിയാകും ഇനി മുതൽ സ്വീകരിക്കുന്നത്. സുരക്ഷിതമല്ലാത്ത കെട്ടിടങ്ങളിൽ കഴിയുന്ന തൊഴിലാളികളെ ഒഴിപ്പിക്കുകയും ചെയ്യുമെന്നതാണ് മനസ്സിലാക്കേണ്ടത്. തീപിടുത്തമുണ്ടായ കെട്ടിടത്തിന്റെ കുവൈറ്റ് ഉടമയ്ക്കെതിരെ കർശന നടപടിയെടുക്കാൻ കുവൈറ്റ് സർക്കാർ ഉത്തരവിട്ടിട്ടുമുണ്ട്. കുവൈറ്റ് പ്രതിരോധ ആഭ്യന്തരമന്ത്രി ഷെയ്ഖ് ഫഹദ് അൽ യൂസഫ് അൽ സബാഹ് അപകട സ്ഥലത്തെത്തുകയും പരിക്കേറ്റ തൊഴിലാളികളെ ചികിത്സയ്ക്കായി കൊണ്ടുപോയ ആശുപത്രികൾ സന്ദർശിക്കുകയും ചെയ്തിരുന്നു. അപകടത്തെ തുടർന്ന് കുവൈറ്റ് വിദേശകാര്യമന്ത്രി അബ്ദുള്ള അൽ യാഹ്യ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറെ വിളിച്ച് ഇനിയുള്ള കാര്യങ്ങൾക്ക് ശക്തമായ പിന്തുണയാണ് നൽകിയത്. അതേപോലെ തന്നെ തീപിടുത്തത്തിന് ഇരയായവരുടെ കുടുംബങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകാൻ കുവൈറ്റ് അമീർ ഷെയ്ഖ് മിഷാൽ അൽ അഹമ്മദ് അൽ ജാബർ അൽ സബാഹ് അധികൃതർക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. കുവൈറ്റിൽ അടുത്തിടെയുണ്ടായ തീപിടുത്ത ദുരന്തം ആവർത്തിക്കാതിരിക്കാൻ ശക്തമായ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നാണ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും അഭ്യർത്ഥിച്ചത്. തിരുവനന്തപുരത്ത് നടന്ന ലോക കേരള സഭയുടെ 4ാം പതിപ്പിൽ സംസാരിച്ച പിണറായി വിജയൻ സംഭവത്തിൽ കുവൈറ്റ് സർക്കാരിന്റെ പ്രതികരണത്തെ അഭിനന്ദിക്കുകയും ചെയ്തിരുന്നു. നോക്കൂ, കുവൈറ്റ് അഗ്നി ദുരന്തത്തിലെ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന കാര്യം ഏറ്റവും കൂടുതൽ ആളുകളും ഉറക്കത്തിലാണ് മരിച്ചത് എന്നുള്ളതാണ്. 1 ദശലക്ഷത്തിലധികം വരുന്ന കുവൈറ്റിലെ ഇന്ത്യൻ സമൂഹത്തിന്റെ ഒരു പ്രധാന ഭാഗം അവിദഗ്ധരും അർദ്ധവിദഗ്ധരുമായ തൊഴിലാളികളാണ്. ഇരകളിൽ പലരും കേരളം, തമിഴ്നാട്, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഇന്ത്യൻ പൗരന്മാരാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പുക ശ്വസിച്ചാണ് മിക്ക മരണങ്ങളും സംഭവിച്ചതെന്നാണ് കുവൈറ്റ് അധികൃതർ അറിയിച്ചത്. ഷോർട്ട് സർക്യൂട്ട് മൂലമാണ് തീപിടുത്തമുണ്ടായത്. ഒരേ കമ്പനിയിലെ ജീവനക്കാരായ 200ഓളം പേർ താമസിച്ചിരുന്ന കെട്ടിടത്തിലാണ് ഈ തീപിടുത്തം ഉണ്ടായത്. നേരത്തെ പറഞ്ഞതുപോലെ മറ്റ് ഗൾഫ് രാജ്യങ്ങളെ പോലെ കുവൈറ്റിലും കുടിയേറ്റ തൊഴിലാളികളുടെ ഒരു വലിയ സമൂഹമുണ്ട്. അവർ പ്രാദേശിക ജനസംഖ്യയേക്കാൾ വളരെ കൂടുതലാണ്. ഏകദേശം 4.2 ദശലക്ഷം ജനസംഖ്യയുള്ള ഈ രാഷ്ട്രം US-ലെ ന്യൂജേഴ്സിയേക്കാൾ ചെറുതാണ്. രാജ്യത്തിന് പുറത്ത് സമീപകാലത്ത് ഇന്ത്യക്കാരുടെ ജീവൻ നഷ്ടപ്പെടുത്തിയ ഏറ്റവും ഗുരുതരമായ അപകടങ്ങളിൽ ഒന്ന് തന്നെയാണ് മംഗഫിലേത്. വലിയ നാശനഷ്ടങ്ങൾ ഉൾപ്പെടുന്ന ഇത്തരം അപകടങ്ങൾ വ്യവസായ സൈറ്റുകളിലോ നിരവധി ആളുകൾ താമസിക്കുന്ന റെസിഡൻഷ്യൽ സ്ഥാപനങ്ങളിലോ സംഭവിക്കുന്നു എന്നത് അടിവരയിടണം. കുവൈറ്റിലെ ജനസംഖ്യയുടെ 20% ഇന്ത്യക്കാരും തൊഴിൽ ശക്തിയുടെ 30%വുമാണ്. ഇന്ത്യക്കാരുടെ എണ്ണം കൂടിയതും അതുകൊണ്ട് തന്നെയാണ്. വിദേശത്തുള്ള ഇന്ത്യക്കാരുടെ ജീവിത സാഹചര്യങ്ങളിലേക്കും അവരുടെ പ്രശ്നങ്ങളിലേക്കും ഈ അപകടം വലിയ രീതിയിൽ ശ്രദ്ധയാകർഷിക്കുന്നുണ്ട്. കഴിഞ്ഞ 2 വർഷത്തിനിടെ 1400 ഇന്ത്യക്കാർ കുവൈറ്റിൽ മരിച്ചതായിട്ടാണ് റിപ്പോർട്ട്. ഇവരെല്ലാം അപകടത്തിൽ മരിച്ചവരാകണമെന്നില്ല. എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരിൽ നിന്ന് ജോലിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെക്കുറിച്ച് ഒരുപാട് പരാതികളുണ്ട്. നിയമങ്ങൾ ലംഘിച്ച് സുരക്ഷിതമല്ലാത്ത സാഹചര്യങ്ങളിൽ ജീവിക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. 2022 ഖത്തറിൽ നടന്ന ഫിഫ ലോകകപ്പിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനിടെ കുടിയേറ്റ തൊഴിലാളികളോട് വ്യാപകമായ മോശമായ പെരുമാറ്റവും മനുഷ്യാവകാശ ലംഘനവും ഉണ്ടായതായി പരാതി ഉയർന്നിരുന്നു. ചില പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയും മറ്റു ചിലത് അങ്ങനെ തന്നെ തുടരുകയുമാണ്. മറ്റു രാജ്യങ്ങളിലെ ഇന്ത്യക്കാരുടെ ക്ഷേമത്തെക്കുറിച്ച് സർക്കാരും വിദേശത്തുള്ള ഇന്ത്യൻ മിഷനുകളും ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ഇന്ത്യൻ തൊഴിലാളികളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നുവെന്നും അവരുടെ ജീവനും സ്വത്തുക്കളും അപകടത്തിലല്ല എന്നും ഉറപ്പാക്കാൻ ഇന്ത്യൻ മിഷനുകൾ മറ്റ് രാജ്യങ്ങളിലെ അധികാരികളുമായി പ്രവർത്തിക്കേണ്ടതുണ്ട്. രാജ്യത്തെ ജനസംഖ്യ, പ്രത്യേകിച്ച് അധ്വാനിക്കുന്ന ജനസംഖ്യ വളരുകയും മറ്റു പല രാജ്യങ്ങളും അവരുടെ ജനസംഖ്യയും തൊഴിൽ ശക്തിയും കുറയുകയും ചെയ്യുന്ന അവസ്ഥ അഭിമുഖീകരിക്കുകയും ചെയ്യുമ്പോൾ വരും വർഷങ്ങളിലും കൂടുതൽ ഇന്ത്യക്കാർ ഇത്തരത്തിൽ ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്കായിട്ട് വിദേശത്തേക്ക് പോകും. അതുകൊണ്ട് തന്നെ പ്രവാസികളുടെ കാര്യത്തിൽ ശക്തമായ കരുതൽ ഉണ്ടായേ മതിയാകും.